ആന വരുന്നേ എന്ന് പറഞ്ഞ് ഒടുവിൽ ആന വന്നു. അതെ, കുഞ്ഞാലിക്കുട്ടിയുടെ പ്രചാരണത്തിന് മലപ്പുറത്ത് മാണിസാർ പറന്നെത്തി. മാണിസാർ വരുന്നതിന് മുന്നോടിയായി ആളുകളെ കൂട്ടാൻ ജില്ലയിലെ പാർട്ടി നേതാക്കൾ നന്നേ കഷ്ടപ്പെട്ടു എന്നാണ് കേൾക്കുന്നത്. കുറ്റം പറയരുതല്ലോ, ഒരു ഹാൾ നിറയെ മാണി പാർട്ടിക്കാർ ആളുകളെ ഒപ്പിച്ചു. ഇനി അവസാനഘട്ട അറിയിപ്പ് കഴിഞ്ഞാൽ പ്രാർത്ഥനയോടെ മാണിസാർ വേദിയിലേക്ക് എഴുന്നള്ളും. ഐക്യത്തോടും ഏകകണ്ഠമായും മലപ്പുറത്തിന്റെ മണ്ണിൽ കേരള കോൺഗ്രസിന്റെ സമ്പന്നമായ പൈതൃകം വിളിച്ചറിയിച്ചുകൊണ്ട് ഈ സമ്മേളന ഹാളിനെ സമ്പന്നമാക്കിയിരിക്കുന്ന ഈ മഹത് സമ്മേളനത്തിലേക്ക് കടന്നിരിക്കുവാൻ മുഴുവൻ പ്രവർത്തകരെയും ആഹ്വാനം ചെയ്യുന്നു. പാർട്ടിയുടെ അന്തസ്സും അഭിമാനവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ കേരള കോൺഗ്രസിന് പകരം വയ്ക്കാൻ കേരള കോൺഗ്രസ് മാത്രമാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് മലപ്പുറത്തിന്റെ മണ്ണിൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ മലപ്പുറം അത് ലോകസഭാ മണ്ഡലം കൺവെൻഷൻ കുഞ്ഞാലിക്കുട്ടിയുടെ വമ്പിച്ച ഭൂരിപക്ഷം ഉറപ്പുവരുത്താൻ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. നമ്മുടെ ആരാധനായ പാർട്ടി ചെയർമാൻ ശ്രീ KM മാണിസാർ ഈ വേദിയിലേക്ക് കടന്നു വരുന്നു. നിങ്ങൾ കൈയടിച്ച് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യൂ. പേടിച്ചു പോയല്ലോടാ. ഇനി മാണിസാറിൻ്റെ ഊഴമാണ്. ലീഗിനെക്കുറിച്ചും കുഞ്ഞാലിക്കുട്ടിയെയും പ്രകീർത്തിച്ച് പ്രസംഗിച്ച് 4 വോട്ട് നേടിക്കൊടുക്കുക. അതിലൂടെ ഞങ്ങളുണ്ടായിട്ടാണ് കുഞ്ഞാലിക്കുട്ടിക്ക് മിന്നുന്ന വിജയം ഉണ്ടായതെന്ന് ഭാവിയിൽ പ്രസംഗിക്കാനുള്ള വകുപ്പുണ്ടാക്കുക. ഇതൊക്കെ തന്നെയാണ് മാണിസാറിൻ്റെ പരിപാടികൾ. ഇപ്പോഴാടാ നീ ഒരു നായകനായത്. പക്ഷെ നല്ല നടൻ ഇപ്പോഴും അപ്പം തന്നെയാ. ഈ മുസ്ലിം ലീഗ് പാർട്ടിക്ക് ഒരു കുഴപ്പമുള്ളതൊന്നും മുസ്ലിം എന്നുള്ള പേരതിൽ വന്നുപോയി എന്നുള്ളതാണ്. മുസ്ലിം എന്ന പേര് വന്നതുകൊണ്ട് അത് വർഗീയ പാർട്ടിയാണോ? അല്ല. ഇത്ര മതേതര സ്വഭാവമുള്ള ഒരു പാർട്ടി വേറെ ഉള്ളവർക്ക് തോന്നുന്നത് നല്ല മതേതര സ്വഭാവം. ഏത് കാര്യത്തിലാണ് അവരെ എല്ലാ പ്രശ്നങ്ങളെ സംബന്ധിച്ച് മതേതര വീക്ഷണത്തോടുകൂടിയാണ് ഓരോ പ്രശ്നത്തെയും കണ്ടിട്ടുള്ളത്. കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ എത്രയാലും നൂറ്റാണ്ടുകാലമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. പാലായും പാണക്കാടുമായിട്ടുള്ള ബന്ധം എത്രയോ ദീർഘമായിരുന്നു. ബാഫക്കിത്തങ്ങളുടെ കാലഘട്ടത്തിൽ ആചാര്യനായ സമുദായ ആചാര്യനായിരുന്ന ബാഫക്കിത്തങ്ങളുടെ കാലഘട്ടം എനിക്ക് ഓർമ്മയുണ്ട്. 1/2 നൂറ്റാണ്ട് കാലത്തെ ബന്ധമാണ് മുസ്ലിം ലീഗും കേരള കോൺഗ്രസുമായിട്ടുള്ള ബന്ധം. അങ്ങനെയുള്ള ഒരു ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. ചില ആളുകൾ വിശേഷിപ്പിക്കുന്നത് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് UDF-ലേക്ക് ഒരു പാലമായിട്ടാണ് എന്ന് ചില ആളുകൾ വിശേഷിപ്പിക്കുന്നത്. ഇതൊരു പാലവുമല്ല, ഒരു കലുങ്കുമല്ല. ഇത് കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആരും വിഷമിക്കേണ്ട. ഞങ്ങൾ സ്വതന്ത്രമായി ചില തീരുമാനമെടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ തീരുമാനമെടുത്തിരിക്കുന്ന തീരുമാനത്തിന് മാറ്റം വരാൻ ഇപ്പൊ ഒരു സാഹചര്യവും ഇല്ല. അത് തിരുത്തേണ്ട ഒരു സാഹചര്യവും ഇല്ല. പക്ഷേ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അത് വേറിട്ട ഒരു ശബ്ദമാണ്, വേറിട്ട ഒരു രാഷ്ട്രീയമാണ്. അവര് ഒരു മതേതര ശക്തി എന്നുള്ള നിലയ്ക്ക് കേരള വികസനത്തിന് സ്ഥായിയായി സംഭാവന ചെയ്ത വ്യക്തി, ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് മലബാറിനും കേരളത്തിനും ഒരിക്കലും അവഗണിക്കാൻ പറ്റുകയില്ലാത്തൊരു രാഷ്ട്രീയ ശക്തി എന്നുള്ള നിലയ്ക്ക് നമ്മുടെ അംഗീകാരമാണ് നമ്മൾ നൽകുന്നത്. ഇത് നമ്മുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഒരു സമവായത്തിന്റെ ആളാണ്. അതാണ് എനിക്ക് താല്പര്യം. അതിന് എപ്പോഴും ഈ വലിയ കെട്ടുപിടഞ്ഞ
എവിടെയും ഒരു സമവായം, കോംപ്രമൈസ്. ഏത് പ്രശ്നമുണ്ടായാലും കുഞ്ഞാലിക്കുട്ടി സാറിന്റെ വിളിക്കും. കുഞ്ഞാലിക്കുട്ടി സാഹിബ് വരുമ്പോൾ എല്ലാം തണുക്കും, ചൂടായി നിൽക്കുമ്പോഴെല്ലാം തണുക്കും. ആ നിലയ്ക്ക് കേരളത്തിന് രാഷ്ട്രീയത്തിൽ തണുപ്പ് നൽകുന്ന തണൽ നൽകുന്ന ഒരംശമായിട്ടാണ് ഞാൻ കുഞ്ഞാലിക്കുട്ടി സാഹിബ്. അടുത്തതായി കുഞ്ഞാലിക്കുട്ടിയുടെ ഊഴമാണ്. മാർക്കറ്റിലെ കൊടും പ്രചാരണത്തിന് ശേഷമാണ് കുഞ്ഞാലിക്കുട്ടി മാണി സാർ ഒരുക്കിയ കൂട്ടായ്മയിൽ പങ്കെടുക്കാനെത്തിയത്. ആ പ്രചാരണ പരിപാടി ആദ്യം കാണാം. നമുക്കൊരു മത്സ്യമാവട്ടെ, നമുക്കൊരു മത്സ്യം, എനിക്കൊരു ഓട്ടോ. എന്റെ കയ്യോട് പിടിക്കണ്ട. ഇനി എന്തായാലും കുഞ്ഞാലിക്കുട്ടിയുടെ മറുപടി പ്രസംഗം കേൾക്കാം. UDF-ൽ നിന്നും മാണി സാർ പോയതിനു ശേഷമുള്ള വേദി പങ്കിടലല്ലേ, അതുകൊണ്ട് ഇനി പറയാൻ പോകുന്ന വാക്കുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. എനിക്ക് നൽകിയ പിന്തുണ അതിന് അമൂല്യമായ പിന്തുണയായി ഞാൻ കാണുന്നു. ഈ കേരള കോൺഗ്രസിന്റെ പിന്തുണയില്ലാതെ തെരഞ്ഞെടുപ്പിൽ ഇന്നേ വരെ ഞാൻ മത്സരിച്ചിട്ടില്ല. അവസാനം വന്ന് അങ്ങനെ ഒന്നും വേണ്ടി വന്നില്ലല്ലോ എന്നുള്ള സമാധാനമാണ്. നമ്മളെ പഴയ സ്ഥാനാർത്ഥി ഇദ്ദേഹത്തെ ജയിപ്പിക്കാൻ വേണ്ടി 3 പ്രാവശ്യം ഞാൻ അവിടെ പോയിട്ടുണ്ട്. പേരാമ്പ്ര. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരള കോൺഗ്രസിന് ഞാൻ ആലോചിച്ചിരുന്നത് മാണി സാറിന്റെ പിന്തുണ, മാണി സാറിനെ എങ്ങനെ പ്രസംഗിക്കാന്നുള്ളതൊക്കെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ കൺവെൻഷൻ കൂടി ഞങ്ങൾക്ക് പിന്തുണ തരാൻ ചാരിതാർത്ഥ്യമുണ്ട്. കാരണം അങ്ങനെ ഒരു പാതകം എന്റെ ഈ മത്സരിച്ച്, പക്ഷേ കേരള കോൺഗ്രസിന്റെ പിന്തുണ ഇല്ല, മാണി സാറിന്റെ പിന്തുണ വേണ്ടി വന്നില്ലല്ലോ, അത് ഇനിയും വരാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഈ 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വീണ്ടും ഇടവേളയാണ്. തിരിച്ചു വരുമ്പോൾ വീണ്ടും മൂന്നാർ.